സോ ഇനി നമുക്ക് റോമർ 5-ാമത്തെ അധ്യായം അതിൻ്റെ 12 തൊട്ട് നമുക്ക് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 12 onwards. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ഇവിടെ ഒന്നിന്നേ നമ്മൾ ഈ 12 തൊട്ട് 14 വരെ വായിച്ചേ ഈ വേദഭാഗത്തിന്റെ ഗൗരവവും ഒന്നുകൂടെ അതിന്റെ 12 വായിച്ചേ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. സോ ഒന്നിന്നേ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ ജയമോൻ ബ്രദർ ഒന്ന് വരാം. ഇത് ഏക മനുഷ്യനാ, സകല മാനവജാതിക്ക് വേണ്ടി അവരുടെ റിപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കുന്നത്. റിപ്രസെൻറ്റേറ്റീവ് പറഞ്ഞ പ്രതിനിധിയായിട്ട് നിൽക്കുക ഇത്. സോ ദൈവം ഈ ഉടമ്പടി ചെയ്യുമ്പോൾ ആദാമിനോടല്ല, സകല മാനവജാതിനോട് ദൈവം ഉടമ്പടി ചെയ്യുക. ഇത് നമുക്ക് വേണ്ടി നമ്മുടെ പ്രതിനിധിയായി നിൽക്കുന്നത്. ഇത് മിസ്റ്റർ ആഡം അല്ല. ആദാം നിൽക്കുവാണെങ്കിലും ആർക്ക് വേണ്ടി നിൽക്കുക? സകല മാനവജാതി. ഒരു തെറ്റ് സകല മാനവജാതിയുടെ അകത്ത് ആര് വന്നു? ഈ വായിച്ചേ, പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പാപവും വന്നു, മരണവും. നമുക്ക് കിട്ടിയ അനുഗ്രഹമാ. ആ വാക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ ആദാം അച്ചായൻ മുഖാന്തരം നമുക്ക് ഓരോരുത്തർക്ക് കിട്ടിയ അനുഗ്രഹം എന്താ? പാപവും മരണവും. സോ മോശ വരെയുള്ള സമയത്തും പ്രമാണം കിട്ടുന്ന മുമ്പേ വരെ ആൾക്കാർ മരിക്കുന്നുണ്ടല്ലോ. അതെന്തുവാ കാണിക്കുന്നേ? ആദാം മുഖാന്തരം എന്തോ വന്നിട്ടുണ്ട്. ആരായിക്കോട്ടെ, മരണം നമ്മൾ നോക്കുമ്പോൾ ആരായിക്കോട്ടെ, എല്ലാവർക്കും എന്തോ ഉണ്ട്. അഥവാ ചിലർക്ക് മരണമില്ലായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചേ. ഭക്തി ചെയ്യുന്നവർക്ക് മരണമില്ല, പൈസയുള്ളവർക്ക് മരണമില്ല, പാവപ്പെട്ടവർക്ക് മാത്രമേ മരണം ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും എന്തോ ഉണ്ട്? മരണം എല്ലാവർക്കും ഉണ്ട്. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ ചിന്തിച്ചേ. ആ മരണത്തിൻ്റെ ഗൗരവം നമ്മൾ നോക്കിയാൽ നമ്മൾ ഇന്ന് ദൈവ പൈതലായെങ്കിലും ഈ ലോകത്തിൽ നിന്ന് എന്തോ ചെയ്യണം? വേർപാടുണ്ടല്ലോ. ഞാനൊരു വിശ്വാസിയാ, ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്, ഞാനൊരു പുതിയ സൃഷ്ടിയായെങ്കിലും. സോ അതിൽ നിന്ന് മനസ്സിലാക്കണം കൽപ്പന ലംഘിക്കുന്നതിൻ്റെ ഗൗരവവും. ഇന്ന് വരെ ഈ ഭൂമി ശപിക്കപ്പെട്ടതാ. ഇന്നും മരണമുണ്ട്, വേദനയുണ്ട്. സോ ഒരു മനുഷ്യൻ മുഖാന്തരം സകല മാനവജാതിയിൽ എന്തോ വന്നു. സോ ഇനി അടുത്തത് അതിൻ്റെ താഴെ, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. പക്ഷെ പാപമുണ്ട്. ഇനി വ്യക്തിപരമായ വല്ലതും തെറ്റ്, അതിന് ശിക്ഷ മോശയുടെ പ്രമാണം വരെ ഇല്ല. പക്ഷെ എന്തുകൊണ്ട്? മരണം ഉണ്ട്. പക്ഷെ പ്രമാണം കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി മരണമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അറിഞ്ഞുകൊണ്ടില്ലയോ? ഇനി കണക്കിടാൻ തുടങ്ങി. പാപമുണ്ട്, എന്നാലും നീ അറിഞ്ഞുകൊണ്ട് പിന്നെയും എന്തോ ചെയ്യുക? പാപപ്രവൃത്തികൾ ചെയ്യുമല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാനൊരു ദൈവ പൈതൽ, എൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ വിശുദ്ധ വചനമുണ്ട്.
ദൈവം തൻ്റെ ദാസന്മാരാക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാറിയാൽ, ഇതെല്ലാം ഉണ്ടായിട്ട് ഞാൻ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ, ഞാൻ കൊടുക്കേണ്ടിയ കണക്ക്, അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? അടുത്തത് അതിൻ്റെ താഴെ വായിച്ചേ. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ, ഇനി ശ്രദ്ധിക്കണം, ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. സോ ഇനിയും ഈ ബന്ധത്തിന് ശ്രദ്ധിക്കണം. ഉടമ്പടി എന്തോ ചെയ്തു? ലംഘിച്ചു. ഇനി ഒരിക്കലും ഈ ബന്ധത്തിൽ വരാൻ ഒക്കത്തില്ല. ഒരിക്കലും ഇനി ഇത് സാധ്യമല്ല. ഉദാഹരണം, ഞാനും എമി കല്യാണം കഴിഞ്ഞു, കുറേ വിഷയങ്ങളുണ്ടായി, ഡിവോഴ്സായി. ഇനിയും മടങ്ങി വരണമെങ്കിൽ പിന്നെയും കല്യാണം കഴിക്കണോ? പറഞ്ഞേ. കോടതി പോയി ഞങ്ങളുടെ എന്തോ നടന്നു? ഡിവോഴ്സായി, കടലാസ് കിട്ടി. ഇനി ഭാര്യയും ഭർത്താവല്ല. പക്ഷെ 2 ആഴ്ച ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു ചിന്ത വന്നു, നമുക്ക് ഒന്നിച്ചങ്ങ് പിന്നെയും അങ്ങ് തുടരാം. ഒന്നിച്ച് താമസിക്കാൻ ഒക്കുവോ? പറഞ്ഞേ. ഒന്നിച്ച് താമസിക്കണമെങ്കിൽ പിന്നെയും എന്തോ ചെയ്യണം? ഇനി കല്യാണം പിന്നെയും നടത്തണം. ഒന്നിച്ച് അങ്ങനെ വന്നിക്കാൻ ഒക്കത്തില്ല. കാരണം കോടതിയിൽ നിന്ന് എന്തോ നടന്നു? ഡിവോഴ്സ് ആയതാ. അതിൻ്റെ കടലാസുണ്ട്. ആ കടലാസ് കീറി കളഞ്ഞാൽ കാര്യം നടക്കത്തില്ല. പിന്നെയും കല്യാണ ശുശ്രൂഷ നടക്കണം. സോ ഈ ഉടമ്പടി തകർന്നെങ്കിൽ ഇനി ഒരു പുതിയ ഉടമ്പടി വേണം. ആ പഴയതിനെ എന്തോ ചെയ്യാൻ ഒക്കത്തില്ല. പിന്നെയും ഉടമ്പടി ഉണ്ടാക്കാൻ ഒരു പുതിയ ഉടമ്പടി. പക്ഷെ പുതിയ ഉടമ്പടി എങ്ങനെ ഉണ്ടാക്കുന്നത്? ദൈവത്തിൻ്റെ ശത്രുവാ. പാപം വാഴുന്നുണ്ട്. എന്നാൽ ഒരു സഹോദരനോട് പറയാം, പുതിയ ഉടമ്പടി ഉണ്ടാക്കാൻ ഒരുത്തൻ വന്ന് നിൽക്കുക. കുറച്ച് അടുത്ത് വരാം. ഇതാരാ? നിങ്ങൾ പറ. ഇതാരാ? ഈ ഉടമ്പടി എന്തോ ചെയ്തു? ലംഘിച്ചു. ഇനി പുതിയ ഉടമ്പടി ഇനി ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല. എന്നേക്കും നഷ്ടപ്പെട്ടവനാ. എന്നേക്കും. ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നായിരുന്നെങ്കിൽ നിത്യതയുണ്ടായിരുന്നു. നിത്യതയുണ്ടായിരുന്നേ. നഷ്ടപ്പെടുത്തിയത് എന്ത്? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ വന്നപ്പം നഷ്ടമായത് എന്ത്? നിത്യതയാ നഷ്ടപ്പെട്ടത്. കൃപയാൽ ഇത് വന്ന് നിൽക്കുന്നത് ആര്? പറഞ്ഞേ. നിങ്ങൾ തന്നെ പറഞ്ഞു. സഹോദരിമാർ പറഞ്ഞു. ഇത് വന്ന് നിൽക്കുന്നത് ആര്? ആരാ? സഹോദരിമാർ പറഞ്ഞേ. മിണ്ടാതിരിക്കല്ലേ. ഇഷ്ടംപോൽ കഴിഞ്ഞ പ്രാവശ്യം പ്രമാണമെല്ലാം പഠിച്ചവരാ. പറഞ്ഞേ. വിശ്വാസികളില്ലേ? പുതിയ വിശ്വാസികളല്ലല്ലോ. ഇത് വന്ന് നിൽക്കുന്നത് ആര്? സർവശക്തനായ ദൈവം ആണോ? കൃപയുള്ളവനായതുകൊണ്ട് ത്രിത്വത്തിൽ പുത്രനായി വെളിപ്പെടുക. പക്ഷെ ധരിച്ചേക്കുന്ന എന്തുവാ? പൂർണ്ണ മനുഷ്യനായ ക്രിസ്തു. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, നിൽക്കുന്നത് ആര്? സർവശക്തനായ ഈ ഉടമ്പടി ചെയ്തവൻ. വല്ല ആവശ്യമുണ്ട്?
നമുക്ക് അവകാശമുണ്ടോ? നമുക്ക് വേണ്ടി ദൈവം നമ്മളെ എത്ര സ്നേഹിച്ചെന്നേ. ദൈവത്തിൻ്റെ കൃപ തക്ക സമയത്ത് ആ പുൽത്തൊട്ടിയിൽ വന്നോ? ആരാ? സർവശക്തനായ ദൈവം സ്വയമേ ത്രിത്വത്തിൽ പുത്രനായി വെളിപ്പെടുക. പക്ഷെ വേഷം ധരിച്ചേക്കുന്ന എന്താ? പൂർണ്ണ മനുഷ്യൻ. ഇനിയും ഒന്നിന്നേ, ഈ മനുഷ്യനായ ക്രിസ്തു പുതിയ ഉടമ്പടി ഈ മനുഷ്യനോടാണോ ദൈവം ചെയ്യുന്നേ, അതോ മനുഷ്യനായ ക്രിസ്തുവിനോടാണോ? പറഞ്ഞേ. ഇതേമായിട്ട് ഉടമ്പടി ഇനിയും ഒക്കത്തില്ല. പോയതാ, നഷ്ടപ്പെട്ടതാ. പാപം വന്നു, പാപത്തിൻ്റെ കൂടെ എന്തോ വന്നിട്ടുണ്ട്? മരണം. ഇനി ഉടമ്പടി നടക്കത്തില്ല. ഇല്ല, സോറി. ഇനി ഉടമ്പടി ആരുമായിട്ടാ? മനുഷ്യനായ ഈ ഉടമ്പടിയുടെ ഭാഗമാകണമെങ്കിൽ ഇവനിൽ വസിക്കണം. ആരിൽ? വിശ്വസിച്ചാൽ മാത്രം പോരാ. സ്നാനത്തിൻ്റെ ഗൗരവം എന്തുവാ? ഞാൻ ക്രിസ്തുവിടെ മരണത്തോട് ഏകീഭവിച്ചു, ഇനി ഞാൻ ജീവിക്കുവാണെങ്കിൽ എന്നാൽ മാത്രമേ ഈ ഉടമ്പടിയിൽ എന്തുകൊണ്ട് ഭാഗമുണ്ട്. അല്ല, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്നുണ്ടോ? സോ ഈ ഉടമ്പടി ചെയ്യാൻ എളുപ്പപ്പണിയായിരുന്നോ? പറഞ്ഞേ. 33.5 വർഷം പൂർണ്ണ മനുഷ്യനായി നടന്നു. പരീക്ഷകൾ ഉണ്ടായിരുന്നോ? ഈ 33 വർഷം നടന്ന് എന്തോ വെളിപ്പെടുത്തിയത്? എന്തോ വന്നാലും ഏത് കാരണവശാലാണെങ്കിലും നിന്റെ ഹിതമല്ലാതെ എനിക്കൊരു ഹിതമില്ല. അതാ വെളിപ്പെടുത്തിയത്. മനുഷ്യനായി എന്തോ കാണിക്കുന്നേ? നീ എന്തോ പറയുന്നോ അതിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയില്ല. നീ എങ്ങനെ പറയുന്നു? പൂർണ്ണ അനുസരണം. അങ്ങനെ പൂർണ്ണ അനുസരണം കാണിച്ചിട്ടാ നമുക്ക് വേണ്ടി എന്തോ തന്നേക്കുന്നത്? ഒരു പുതിയ ഉടമ്പടി. ആറ് മുഖാന്തരം കിട്ടിയതാ? ആറ് മുഖാന്തരം? ക്രിസ്തു മുഖാന്തരം. അതുകൊണ്ട് പൗലോസ് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. സോ ഒരു വ്യക്തി ക്രിസ്തുവിലാകുമ്പോൾ ആ വ്യക്തിയുടെ ആഗ്രഹം എന്താ? ഇനിയും ഞാൻ എനിക്ക് വേണ്ടി അത്രയും ചെയ്താൽ മതിയല്ലോ. ക്രിസ്തീയ ജീവിതം അത്ര പാടുള്ള ജീവിതമാണ്. നമുക്ക് വല്ല ആചാരങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ലല്ലോ. ഇനി ഞാൻ ജീവിക്കുന്നത് ആർക്ക് വേണ്ടി? ആ ക്രിസ്തുവിൻ്റെ മനസ്സ്. പക്ഷേ ഇന്ന് ചിലർക്ക് അത് ഒത്തിരി ബന്ധപ്പാടാണ്. അതിന് ഭയങ്കര സ്ട്രഗിളാണ്. പിന്നെ അതിന് എക്സ്ക്യൂസ് പറയുന്നത് എൻ്റെ അകത്തെ പഴയ മനുഷ്യനുണ്ട്, പോരാട്ടമുണ്ട്, പരീക്ഷകളുണ്ട്. ഇത് ക്രിസ്തുവിനെ മനസ്സിലാക്കാത്തോണ്ടാണ് ഈ വിഷയങ്ങളെല്ലാം പറയുന്നത്. എന്നെ എത്ര സ്നേഹിച്ചു, എനിക്ക് വേണ്ടി പൂർണ്ണ മനുഷ്യനായി വന്ന് എന്തോ ചെയ്തു? വായിച്ചേ ആ വാക്യം, റോമൻസ് 5 അതിൻ്റെ താഴെ. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അനേകർക്കു വേണ്ടി
അടുത്തത് അതിന്റെ താഴെ, ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഒരുപോലെ അല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. ആഹാ, അടുത്തത്. കൃപാവരമോ ആഹാ. അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ആഹാ. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ ആഹാ. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ ആഹാ. യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. സോ ഇനി ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ആനന്ദം, ആ അനുഗ്രഹം ഒന്ന് നോക്കിക്കേ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, വെളിപ്പാട് പുസ്തകം അറിയാം, പഴയ നിയമം, പ്രമാണം എല്ലാം അറിയാം. പക്ഷെ ക്രിസ്തു നിമിത്തം എനിക്ക് ആ ദൈവമായിട്ടുള്ള, എൻ്റെ മുമ്പേ ഒരു മാതൃക ഉണ്ടല്ലോ, ജീവിച്ചു കാണിച്ചോ. പൂർണ്ണ ഒടുവിലത്തെ ആദാം പൂർണ്ണ മനുഷ്യനായി ഒരു ശിശുവായിട്ട് ഈ ഭൂമിയിൽ വന്നു. 33.5 വർഷം ഈ ഭൂമിയിൽ നടന്ന് നമുക്ക് ഒരു മാതൃക കാണിച്ചിട്ട് പോയതാ. ഇനി പാട്ടും പ്രാർത്ഥനയല്ല, ഇനി ക്രിസ്തു നടന്ന പോലെ ഞാൻ എന്തോ ചെയ്യണം? നടക്കണം. പക്ഷെ എനിക്ക് സ്വയമേ നടക്കാൻ കഴിയത്തില്ല, സ്വർഗത്തിനറിയാം. അതുകൊണ്ട് ആ ദൈവം തന്നെ ഇല്ലയോ എൻ്റെ അകത്ത് എന്തോ ചെയ്യുന്നേ? വസിക്കുന്നത്. ഒന്ന് ചിന്തിച്ചേ, ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടവനാ. ഉടമ്പടി ഉണ്ടാക്കി, അതുമാത്രമല്ല ത്രിത്വത്തിൽ രണ്ടാമത്തവനായി വന്ന് നമുക്ക് വേണ്ടി വില കൊടുത്തത് മാത്രമല്ല, ത്രിത്വത്തിൽ മൂന്നാമത്തവൻ ഇന്നെവിടെ? എൻ്റെ ഈ മൺകൂടാരത്തിൽ വസിക്കുന്നുണ്ടോ? ചെയ്യേണ്ടിയത് ഒറ്റേ ഒരു കാര്യമുള്ളൂ, ഏൽപ്പിച്ചു കൊടുത്താൽ മതിയല്ലോ. ഇല്ലേ? അത്രയും ഉള്ളല്ലോ. പിതാവേ, നിന്റെ ഹിതം മാത്രം എനിക്ക് മതി. എൻ്റെ അകത്ത് ആഗ്രഹങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും എൻ്റെ ഹിതം ഈ മനുഷ്യനായി നടക്കുമ്പോൾ, ആ ഗത്സമനയിലുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ എന്തുവാ പറഞ്ഞേ? ഈ മനുഷ്യനായ ക്രിസ്തു ഗത്സമനയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചത് എന്താ? പറഞ്ഞേ. വ്യാകുലപ്പെടുന്നുണ്ടോ? രക്തം വിയർപ്പായി വെളി വരുന്നുണ്ടോ? എന്താ? ഈ ഒടുവിലത്തെ ആദാമിൻ്റെ രക്തം വിയർപ്പായി വെളി വരുന്നതിൻ്റെ കാരണം ഒരു കൽപ്പനയും ലംഘിച്ചിട്ടില്ല. എൻ്റെ ആഹാരം എന്തുവാ? പിതാവിൻ്റെ 40 ദിവസം നിരാഹാരം ഇരുന്നിട്ടും, അത്ര ബലഹീനനായിട്ടും പറയുന്നത് എന്താ? അപ്പം റൊട്ടി അപ്പമാക്കാമോ? പറഞ്ഞാട്ടെ, കല്ലപ്പമാക്കാമല്ലോ. വേണ്ട. ആ അനുസരണം എനിക്കും എൻ്റെ ജീവിതത്തിൽ ദൈവം എന്തോ ആഗ്രഹിക്കുന്നേ? ആ പൂർണ്ണ അനുസരണം. ബാക്കി ഒന്നിൻ്റെ കുറിച്ച് നാം ഭാരപ്പെടേണ്ട ആവശ്യം ഇല്ല. ഒരു പുതിയ ഉടമ്പടിയാ. ഈ ഉടമ്പടി കാരണം എനിക്ക് എന്തോ കിട്ടി? നിത്യജീവൻ കിട്ടിയോ? പറഞ്ഞേ. ക്രിസ്തു മുഖാന്തരം എനിക്ക് നിത്യജീവൻ കിട്ടിയോ? അതോ കിട്ടിയോ? പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? പിന്നെ എന്തിനാ മരണത്തെ ഭയപ്പെടുന്നത്? നിത്യജീവൻ കിട്ടിയല്ലോ. നമ്മുടെ മനസ്സിൽ ഈ ചിന്തകളെല്ലാം ഉള്ളതിൻ്റെ കാരണം ജീവിതത്തിൽ എന്തോ ഇല്ല, പൂർണ്ണ. സോ ഇന്ന് ദൈവം നോക്കുമ്പോൾ ആദാമിന് തോട്ടത്തിൽ നിന്ന് വെളി വിടുമ്പോൾ ആ തോലിൻ്റെ അങ്കി ധരിപ്പിച്ചോ? ഇന്ന് ഞാൻ ധരിച്ചേക്കുന്നത് ആരെയാ എന്ന് പറഞ്ഞേ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ ഇന്ന് ധരിച്ചേക്കുന്നത് ആരെയാ? ക്രിസ്തുവിനെ ധരിച്ചോണ്ടാണോ ഞാൻ ഇരിക്കുന്നത്?
ക്രിസ്തുവിൻ്റെ ആ നീതി, ഏത് ഒരു തെറ്റെങ്കിലും ഉണ്ടോ? ഇവൻ എങ്ങനെ നടന്നു? ചോദിക്കുന്ന ഒരു ചോദ്യം. പൂർണ്ണ മനുഷ്യനായി നടക്കുമ്പോൾ ശുശ്രൂഷയ്ക്ക് ദൈവാത്മാവ് സഹായിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായ നടപ്പിനെ ദൈവാത്മാവ് സഹായിക്കുന്നുണ്ടോ? പറഞ്ഞേ. ഒടുവിലത്തെ ആദാമിന് നടക്കാൻ ദൈവാത്മാവ് സഹായിക്കുന്നുണ്ടോ? പറഞ്ഞേ. ഗൗരവമായ ഒരു വിഷയമാ. സ്വന്തമേ നടക്കേണ്ടതാ. പരീക്ഷയുണ്ട്. ഒരു ദയം കാണിക്കത്തില്ല, ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ആദാം ഒരു ചെറിയ ശിശു അല്ലായിരുന്നു. ഇത് ആദാം, ഇത് ശിശു അല്ലായിരുന്നു. സൃഷ്ടിച്ചപ്പം തന്നെ പൂർണ്ണ മനുഷ്യനാ. നിനക്ക് വല്ലതും വീഴേണ്ട ആവശ്യമുണ്ടായിരുന്നു? നിന്റെ വീഴ്ച കാരണം സകല മാനവജാതി, നിന്റെ അനുസരണക്കേട്. അങ്ങനെയാണെങ്കിൽ, ഞാൻ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം, എൻ്റെ ഒരു അനുസരണക്കേട് എത്ര പേർക്ക് വേണ്ടി ദുഃഖത്തിൻ്റെ കാരണമാവും? നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ ഒരു അനുസരണക്കേട്, ദൈവം പറഞ്ഞ ആ വാക്കിന്ന് ഞാൻ മാറി. ഞാൻ പറയുന്നുണ്ടല്ലോ, കർത്താവെ ക്ഷമിക്കണം. പക്ഷേ ആ ഒരു അനുസരണക്കേട് എത്ര പേർക്ക് വേണ്ടി ദുഃഖത്തിൻ്റെ കാരണമാവുന്നേ? അതുകൊണ്ട് ആദ്യത്തെ ആദാം നമ്മുടെ മുമ്പ് നിൽക്കുക. ഈ ഒടുവിലത്തെ ആദാം മുഖാന്തരം നമുക്ക് കൃപയാൽ, നമ്മൾ ഒരു വിലയും കൊടുത്തില്ല. ഇവിടെ ഒരുവൻ വില കൊടുത്തുന്നേ. തിരുമേശയിൽ നമ്മൾ വരുമ്പോൾ, അതുകൊണ്ടില്ലയോ എഴുതിയേക്കുന്നേ? തിരുമേശ എന്തിനാ? അവനെ എന്തോ ചെയ്യാനാ? ഓർമ്മയ്ക്കായി. എന്നെ ഒന്ന് ഓർക്കാമോ? നീ അപ്പവും വീഞ്ഞ് നോക്കുമ്പോൾ അതെൻ്റെ ഓർമ്മയ്ക്കാ. ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത് ഏറ്റവും വലിയ അനുഗ്രഹം വീടും വണ്ടിയും പൈസയല്ല, ആ ദൈവമായിട്ടുള്ള ആ ഉടമ്പടി. ഞാൻ ആ ദൈവമായിട്ടുള്ള ബന്ധത്തെ ഒന്ന് കാത്താൽ മതി. ബാക്കി അനുഗ്രഹത്തിൻ്റെ വിഷയത്തിൽ ഞാൻ ഭാരപ്പെടേണ്ടി ഒരാവശ്യവും ഇല്ല. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവുക. പ്രാർത്ഥിക്കുമ്പോൾ ഈ മനുഷ്യനായ ക്രിസ്തുവിനെ ഒന്ന് ധ്യാനിക്കാമോ? നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഇരുന്നാട്ടെ. നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ട വചനങ്ങളാണ്. ഇന്ന് നമ്മുടെ മുമ്പേ മേശയിൽ വീഞ്ഞും അപ്പം വെച്ചിട്ടില്ല. എനിക്ക് വേണ്ടി പകരമായി ഒരുവൻ എൻ്റെ സ്ഥാനമെടുത്തു. മനുഷ്യനായ ക്രിസ്തു നടക്കുന്ന ആ ദൃശ്യം നമുക്കൊന്ന് ധ്യാനിക്കാമോ? പൂർണ്ണ മനുഷ്യനാ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴും യേശുവിൻ്റെ നാമമില്ലയോ എടുക്കുന്നത്? ആ നാമം എടുക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ആശീർവാദത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, എത്ര ഗൗരവമായ വാക്കുകളാ. നമ്മൾ അത് കേട്ടിട്ട യോഗം കഴിഞ്ഞ് നമ്മുടെ ഭവനങ്ങളിൽ പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ കൃപയാൽ, കൃപയുടെ ആ ഉടമ്പടി ദൈവമായിട്ടുള്ളതുകൊണ്ടില്ലയോ നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? മനുഷ്യനായ ക്രിസ്തു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടെയായിരുന്നേനെ? ഹല്ലേലൂയ. ഇന്ന് ആത്മീയ ഗോളത്തിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
ചില കാര്യങ്ങൾ കാണുമ്പോൾ ഒത്തിരി പ്രയാസവും ദുഃഖവുമുണ്ട്. പക്ഷെ ഈ ദിവസങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് ക്രിസ്തുവിനെ മാത്രം. വേറെ ആരെയും നോക്കല്ലേ. നമ്മുടെ ഈ ഓട്ടം തികയ്ക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കർത്താവായ യേശുവിനെ മാത്രം മാത്രം നോക്കി നമ്മുടെ ഓട്ടം തികയ്ക്കാം. ഹല്ലേലൂയ. എന്നെ എത്ര സ്നേഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണോ? ഞാൻ ചില വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പേ വെച്ചു. ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് ഇനി ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും. ആഴങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ വാ തുറന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ആരാധിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം ആരാധിച്ചാൽ മതി. സർവശക്തൻ കൃപയുള്ളവനായതുകൊണ്ട് ക്രിസ്തു മുഖാന്തരം എന്നോട് ഒരു പുതിയ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടയാളമാ തിരുമേശ. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ആദാമിനെ തോലിന്റെ അങ്കി ധരിപ്പിച്ചു. ആ ദൈവം തന്നെ നമ്മുടെ മുമ്പേ നമുക്കൊരു തോലിന്റെ അങ്കി അല്ല തരുന്നത്, ക്രിസ്തുവിന്റെ നീതിയുടെ വസ്ത്രം നമ്മളെ ധരിപ്പിച്ചോ. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനെ നോക്കിയാണോ നടക്കുന്നത്? അതോ ഞാൻ ജസ്റ്റ് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതേ ഉള്ളോ? ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ ചോദിക്കുക. എനിക്ക് ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ നടപ്പോ ക്രിസ്തു കാണിച്ച് തന്നെ ആ മാതൃക പ്രകാരം എനിക്ക് നടക്കാൻ എന്താ തടസ്സം? നടത്താൻ ദൈവത്തിന്റെ ആത്മാവകത്ത് വസിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് ഈ മൺകൂടാരത്തിൽ വന്ന് വസിക്കേണ്ടിയ വല്ല ആവശ്യം, വല്ല നിർബന്ധമുണ്ടോ? ആദാമിന്റെ അകത്ത് വസിച്ചില്ലല്ലോ. പക്ഷെ ആദാമിന്റെ സന്തതിയായ എൻ്റെ അകത്ത് ആ ദൈവം വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ മുഖാന്തരം പാപവും മരണവും വന്നു. ഒടുവിലത്തെ ആദം മുഖാന്തരം നിത്യജീവൻ കിട്ടിയല്ലോ. ദൈവത്തിന്റെ ജ്ഞാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതൽ. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ, സ്വന്തം ഏകജാതനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ ഞാൻ പിന്നെ ഭാരപ്പെടേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഒന്ന് മനസ്സിലായാൽ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൃഷ്ടി ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താമോ? ഭൗതിക കാര്യങ്ങളിൽ നിന്ന് മാറി നമ്മുടെ ദൃഷ്ടി ആ സ്വർഗങ്ങളിലേക്ക് ഒന്ന് ഉയർത്താമോ? ഹല്ലേലൂയ. രോഗം വന്നോട്ടെ, പ്രതികൂലം വന്നോട്ടെ, ബുദ്ധിമുട്ടുകൾ വന്നോട്ടെ,
ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് വേർതിരിപ്പിക്കാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രത്യാശയോട് നടക്കുമ്പോളാ ബലവാന്മാർ, ജ്ഞാനികൾ ലജ്ജിക്കുന്നത്. ഇവന്റെ നടപ്പ് നോക്കിക്കേ, ഇവൻ മരണത്തെ കണ്ട് ഭയപ്പെടുന്നില്ല. എത്ര പ്രയാസമുണ്ടെങ്കിലും ഇവൻ സന്തോഷിക്കുന്ന ഒന്ന് കാണ്. ഇവൻ പാടുന്ന പാട്ടുകളൊന്ന് ധ്യാനിച്ച്. നിനക്കിങ്ങനെ പാട്ടുകൾ എങ്ങനെ പാടാൻ കഴിയും? ഹല്ലേലൂയ. ഈ പ്രത്യാശയുടെ വാക്കുകൾ എങ്ങനെ പറയാൻ കഴിയും? എനിക്കൊരു ബന്ധമുണ്ട്, എനിക്കൊരു മതമല്ല കിട്ടിയത്, എനിക്കൊരു ബന്ധം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ആരാധിക്കാം മനസ്സുണ്ടെങ്കിൽ. സ്തോത്രം.